കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ നേരെ കോട്ടാപ്പാടത്തിനുള്ള ജ്വല്ലറിക്കാണ് വന്നിട്ടുണ്ടായിരുന്നു. കോട്ടാപ്പാടത്തുള്ള കെൻസിയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കുഞ്ഞോൾക്ക് അത്തമ്മക്ക് ഒരു പാദസരം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളിയുടെ പാദസരമാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്തമ്മക്ക് വർക്കും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടേ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പാദസരം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായി. ഞങ്ങൾ പാദസരം നോക്കണതിന്റെ ഇടയിൽ കൂടെ അവർ ഞങ്ങൾക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്തമ്മ ഓരോന്നും ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോന്നോൾക്ക് ഇഷ്ടമാകുമ്പോൾ അത് കാലിൽ വെച്ചു നോക്കുക. അപ്പോൾ ഓളുടെ സൈസ് ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരെണ്ണാണ് ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ വർക്കും കാര്യങ്ങളൊന്നും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുഞ്ഞോൾക്ക് സെക്കൻഡ് സ്റ്റഡ് വേണമെന്ന് പറഞ്ഞിട്ടേ അത് ഞങ്ങൾ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡയമണ്ടിന്റെയാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സ്റ്റഡിന്റെ ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമാണൊക്കെ ഞങ്ങൾ അവരെ കൊണ്ട് ഇങ്ങനെ തൂക്കി നോക്കിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിനനുസരിച്ചല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇതിൽ കുറെ എണ്ണം ഞങ്ങൾ നോക്കിട്ടെ പിന്നെ അവളുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു കമ്മൽ ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തത്തമ്മയുടെ കാലുമത്തെ പാദസരം അവരെ കൊണ്ട് തന്നെ മുറുക്കി ഇടിപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായി. പിന്നെ നീച്ചുകുട്ട യൂണിഫോം സ്കൂൾ തുറന്ന് ഇത്ര ആയിട്ട് ഓരോ കാരണം കൊണ്ട് അത് തുന്നാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് തുന്നാൻ കൊടുക്കാനാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ യൂണിഫോമും കൊടുത്ത് അതിന്റെ അളവൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ടേ അപ്പോഴേക്കും നിയമോൾക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവരെയും കൊണ്ട് കോട്ടാപ്പടത്തേക്ക് വന്നാൽ ഇവർക്ക് ഓരോ ആവശ്യങ്ങളാക്കാം. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇവരിങ്ങനെ നല്ലാക്കാരട്ടോ ഒന്നും ചോദിക്കൂല. അതുപോലെ തന്നെ മുട്ടായും കൂടി വാങ്ങി തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ പോരെ. എവിടെ എത്തിയ കോട്ടാപ്പടത്ത് എത്തിയാലോ കണ്ടതൊക്കെ വേണം. അങ്ങനെ അത് അവിടുന്ന് കുറെ നേരം തരുന്നപ്പോൾ നിയമോൾക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വത്തുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെരുപ്പ്. പിന്നെ അത് ആബി ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൻ്റെ ഒരു സൈസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഓനത് അവിടെ ഇട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും നേരെ ഞങ്ങളെ കടയിലേക്കാണ് വന്നിട്ടുണ്ട്. കടയിലേക്ക് വന്നത് വേറെ ഞാനല്ല സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വാങ്ങിക്കാനായിരുന്നു. സ്കൂൾ തുറന്നപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലുതാണ് ഞങ്ങൾ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കടയിൽ നിന്ന് ഞാനൊരു ചോപ്പറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ തന്നെയുള്ള ഒരു ബേക്കറി കയറിയിട്ടേ കുട്ടികൾ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.